കോഴിക്കോട്. ചരിത്രം കപ്പലടുപ്പിച്ച മണ്ണ്, സഹസ്രാബ്ദങ്ങളുടെ ചരിത്രത്തിന്റെ തിരമാലകൾ അലതല്ലി ഉയരുന്ന തീരമാണ് കോഴിക്കോടിന്റെ കടൽ തീരം. ഒരുപക്ഷെ ചരിത്രം ഓർമ്മപുസ്തകമാകുന്നതിനു മുമ്പ് ഈ തീരത്തേക്ക് കാലവർഷക്കാറ്റുകളുടെ ചുമലിൽ കയറി അറബി വ്യാപാരികൾ വരികയുണ്ടായി. കോഴിക്കോടിന്റെ വ്യാപാര ചരിത്രത്തിന് യുഗങ്ങളുടെ കൈപ്പാടുകൾ പറ്റിയിട്ടുണ്ട്. അറബികൾ, ചൈനക്കാർ, ഡച്ചുകാർ, പോർത്തുഗീസുകാർ, ഇംഗ്ലീഷുകാർ അവർ ഈ തീരത്തിൽ സുഗന്ധവിളകളുടെ മസ്മരഗന്ധം ശ്വസിച്ച് നടന്നുപോയി. നാട്ടുകാരായ വ്യാപാര പ്രമാണിമാരുടെ സംഭരണശാലകൾ സ്വർണത്തിന്റെയും വെള്ളിയുടെയും കിലുക്കം കേട്ട് രോമാഞ്ചം കൊണ്ടു. 1000 നാവുണ്ടായാലും കോഴിക്കോടിന്റെ പൈതൃകം ആർക്ക് വിവരിക്കാനാകും? സാമൂതിരി പാരമ്പര്യത്തിന്റെ കേളികേട്ട നാട്. കാപ്പാട് കപ്പലിറങ്ങിയ വാസ്കോഡഗാമയോടൊപ്പം ചരിത്രമാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച കോഴിക്കോട്. എല്ലാ മതങ്ങളെയും സംസ്കാരങ്ങളെയും ഒരുപോലെ സ്വീകരിച്ച് ആഘോഷങ്ങളും ആചാരങ്ങളും ഒരുപോലെ കൊണ്ടാടി സമത്വത്തോടെയും സാഹോദര്യത്തോടെയും ജനങ്ങൾ വാഴുന്ന ദേശം. ബാബുക്കയുടെ ഗസലിന്റെ അലയൊലികളടങ്ങാത്ത കാറ്റാണ് കോഴിക്കോടിന്. മുഹമ്മദ് റഫിയുടെയും ഏറ്റവും പുതിയ റാപ്പ് സംഗീതത്തിന്റെയും താളം ഒരുപോലെ ഏറ്റെടുക്കുന്ന കലാസ്വാദകരുടെ സ്വന്തം കോഴിക്കോട്. കടൽ കടന്ന ഒരുവിന്റെ പെരുമ പറയുന്ന ബേപ്പൂരും, മരവ്യാപാരത്തിന്റെ പ്രൗഢിയോതുന്ന കല്ലായി പുഴയോരവും, കച്ചവടത്തിന്റെ വലിയ തെരുവായ വലിയങ്ങാടിയും, ഹലുവയുടെ മധുരത്തിനൊപ്പം ഫാഷനും സ്റ്റേഷനറിയും എല്ലാമായി നഗരത്തിന്റെ മുഖമുദ്രയായ മിഠായിത്തെരുവും ചന്തം ചാർത്തുന്ന നാട്. ബീച്ചും മാനാഞ്ചിറയും സരോവരം പാർക്കും കടലുണ്ടി പക്ഷി സങ്കേതവും ബേപ്പൂരും, അങ്ങനെ കണ്ണും മനസ്സും നിറയ്ക്കുന്ന ഒട്ടേറെ ഇടങ്ങളുള്ള നാട്. കോഴിക്കോടൻ ബിരിയാണിയും മിൽക്ക് സർബത്തും തുടങ്ങി രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ തേടി ദിവസവും ഒട്ടേറെ പേർ എത്തിച്ചേരുന്ന നഗരം. വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂർ സുൽത്താനായി മലയാള സാഹിത്യത്തെ ചേർത്തുപിടിച്ച മണ്ണ്. MT സ്വന്തം നാടായി തിരഞ്ഞെടുത്ത നഗരം. SK പൊറ്റക്കാടിന്റെ ഒരു തെരുവിന്റെ കഥയിൽ തുടങ്ങി ലോക സാഹിത്യ നഗരത്തിന്റെ പ്രൗഢിയിലെത്തി നിൽക്കുന്ന കോഴിക്കോട്. പഴമയുടെ നന്മകളെ ചേർത്ത് പിടിക്കുമ്പോഴും പുതിയതെന്തിനേയും ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന തുറന്ന മനസ്സുള്ള മനുഷ്യരുടെ നാട്. ക്ഷേത്രങ്ങളിലെ ശംഖനാദവും മുസ്ലിം ദേവാലയത്തിലെ ബാങ്കുവിളിയും ക്രിസ്ത്യൻ ദേവാലയങ്ങളിലെ മണിനാദവും ലയിച്ചു ചേർന്ന കോഴിക്കോടിന്റെ നന്മയാർന്ന വ്യാപാര ഭൂമിയിലിത് സാധാരണ ജനതയുടെ ഹൃദയവികാരങ്ങളെ മാനിക്കുന്ന പുതിയൊരു സ്വർണ്ണ സാന്നിധ്യം. കേരളത്തിലാദ്യമായി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ പരിചയപ്പെടുത്തിയ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ 16ാമത്തെയും കേരളത്തിലെ 6ാമത്തെയും ഷോറൂം നമ്മുടെ കോഴിക്കോട് ലുലു മാളിൽ ഈ ഡിസംബർ 28 ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഹായ് ഓൾ, എന്റെ പേര് ഷംന ഷാനവാസ്, ഫൗണ്ടർ ഓഫ് നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നക്ഷത്ര എന്ന് പറയുമ്പോൾ തന്നെ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസുകളാണ് നമ്മുടെ ഉള്ളതെന്നുള്ളത്. ലൈറ്റ് വെയ്റ്റിന്റെ ഒരുപാട് ഡിസൈൻസ് ആയിട്ടാണ് നമ്മൾ കാലിക്കറ്റ് ലുലു മാളിന്റെ ഉള്ളിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അപ്പൊ 28-ാം തീയതിയാണ് ഇനോഗ്രേഷൻ. വൈകിട്ട് 5 മണിക്ക് നമ്മുടെ സ്വന്തം ടോവിനോയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി റിയാസ് സാറും മിഥുൻ ചേട്ടനും നമ്മുടെ ഹനാൻഷയുടെ പ്രോഗ്രാംസ് ഒരുക്കിയിട്ടുണ്ട്. എനിക്ക് നിങ്ങൾ പേഴ്സണലി വന്ന് വിളിക്കണം എന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റില്ല, നമുക്ക് വന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പൊ ഇതൊരു ക്ഷണമായിട്ട് സ്വീകരിച്ച് നിങ്ങൾ എല്ലാവരും നമ്മുടെ ഇനോഗ്രേഷൻ എത്തിച്ചേരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇതൊരു അടിപൊളി ആഘോഷമായിട്ട് മാറ്റാം. അപ്പൊ എല്ലാവർക്കും കൂടി ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം.
ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ കേരളത്തിലും UAE-യിലും പരിചയപ്പെടുത്തിയ നമ്മുടെ സ്വന്തം നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ അവരുടെ 16ാമത്തെ ഷോറൂം ഓപ്പൺ ചെയ്യാണ് ഈ വരുന്ന ഡിസംബർ 28 ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് കോഴിക്കോട് ലുലു മോളിൽ. ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കും. ഇനോഗ്രേഷൻ ഞാൻ എത്തുന്നുണ്ട്, ഞാനും പങ്കെടുക്കുന്നുണ്ടാവും. പക്ഷെ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ഇനോഗ്രേഷൻ എത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ടൊവിനോ ആണ്. അന്നേ ദിവസം ഉദ്ഘാടകനായി ഞാൻ അവിടെ ഉണ്ടായിരിക്കും. നമുക്ക് എല്ലാവർക്കും അവിടെ വെച്ചിട്ട് കാണാം. എല്ലാ പ്രിയപ്പെട്ട കോഴിക്കോട്ടുകാരെയും അവിടെ വെച്ച് കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ അപ്പൊ എല്ലാവരും ഒന്നിച്ചുകൂടി ഇതൊരു വലിയ ആഘോഷമാക്കി മാറ്റാം. താങ്ക് യു സോ മച്ച്.